പറ്റി പറയുമ്പോഴും സ്വർഗത്തിനെ പറ്റി പറയുമ്പോഴും ആത്മീയതയെ പറ്റി പറയുമ്പോഴും ആത്മാവിനെ പറ്റി പറയുമ്പോഴും അനശ്വരം എന്നുള്ളൊരു വാക്ക് നമ്മൾ കേൾക്കാറുണ്ട്. നിത്യത, പെർമനൻസ്. പക്ഷേ നമ്മളൊരിക്കലും നശ്വരമായത് എന്താണെന്ന് നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല. നമ്മളുടെ ശരീരം, നമ്മളുടെ യൗവനം, നമുക്കുള്ള പണം, സ്വത്ത്, നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ ഭംഗി, ഇതൊക്കെ വാസ്തവത്തിൽ നശ്വരമാണ്, ഒരിക്കലും പെർമനൻ്റ് അല്ല. ഇതൊക്കെ ഏകദേശം നമുക്ക് അറിയാം. പക്ഷേ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർ, നമ്മൾ അധികം സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മെ അധികം സ്നേഹിക്കുന്ന മനുഷ്യർ, നമുക്ക് അവരോടുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അവർക്ക് നമ്മളോടുള്ള റിലേഷൻഷിപ്പ്, അത് അമ്മ മുതൽ അച്ഛൻ, അമ്മ, അച്ഛൻ, സഹോദരിമാർ, സഹോദരന്മാർ, ജീവിത പങ്കാളികൾ, മക്കൾ, സുഹൃത്തുക്കൾ, അല്ലേ, ജോലി സ്ഥലങ്ങളിലുള്ള സുഹൃത്തുക്കൾ, സമൂഹത്തിലുള്ള സുഹൃത്തുക്കൾ, അങ്ങനെ പല സൗഹൃദങ്ങളും പരിചയപ്പെട്ട ബന്ധങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ ഈ റിലേഷൻഷിപ്സും ഈ ഭൂമിയിൽ നശ്വരമാണ്. നമ്മളെപ്പോഴും വിചാരിക്കും, 1ാം ക്ലാസ്സിൽ എൻ്റെ കൂടെ പഠിക്കുമ്പോൾ നമ്മൾ അടുത്ത കൊല്ലം ഇവൻ എൻ്റെ കൂടെ അടുത്ത 2ാം ക്ലാസ്സിലും എൻ്റെ അടുത്ത് വന്നിരിക്കണമെന്ന് നമ്മൾ കുട്ടിനാളിലൊക്കെ നമ്മൾ ആഗ്രഹിക്കും, അല്ലേ. എൻ്റെ സ്കൂൾ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞ് കോളേജ് വരെ കഴിയുന്ന അത്ര അതൊക്കെ ഫിൽട്ടറായിട്ട് വരും. 50 കുട്ടികളായിരുന്നു. പിന്നെ ഹൈസ്കൂളിൽ പോകുമ്പോൾ അതിൽ 2-3 കുട്ടികളെ നമ്മുടെ കൂടെ പഠിച്ച കുട്ടികളുണ്ടാവുള്ളൂ. അങ്ങനെ പക്ഷെ അപൂർവമായിട്ടാണ് നമുക്ക് കുറേ എല്ലാ ഫ്രണ്ട്സിനെയും ജീവിതം മുഴുവനും കൊണ്ടുപോകാൻ പറ്റും. ഒരിക്കലും പറ്റില്ല. അപൂർവമായിട്ട് കുറച്ച് ഫ്രണ്ട്സ് നമുക്ക് ഉണ്ടാകാം, സ്വന്തം ബന്ധങ്ങളുണ്ടാകാം. ഇതൊക്കെ അകന്നകന്ന് പോകും. പക്ഷേ മരണം എന്ന് പറഞ്ഞൊരു കാരണം പലപ്പോഴും സ്നേഹമനസ്സുകൾ അകലേണ്ടി വരുന്നു. ഒരു ട്രെയിനിൽ പോകുന്ന സമയത്ത് ഓരോ സ്റ്റേഷൻ വരുമ്പോഴും ഓരോരുത്തർ ഇറങ്ങിപ്പോകാറുണ്ട്. മൊബൈലൊന്നും വരാത്ത കാലത്ത് മനുഷ്യർ ട്രെയിനിൽ സംസാരിച്ചിരുന്നു. ഇറങ്ങുന്ന സമയത്ത് അവർ അഡ്രസ്സുകൾ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു, കത്തുകൾ എഴുതാറുണ്ടായിരുന്നു. ആ ഒരു ബന്ധങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇന്ന് മൊബൈൽ വന്നപ്പോൾ മനുഷ്യനും യന്ത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറിക്കഴിഞ്ഞു. പലപ്പോഴും എല്ലാവരെയും സംശയത്തോടു കൂടി കാണുന്ന ഒരു കുട്ടിക്ക് ഒരു ചോക്ലേറ്റ് കൊടുക്കുമ്പോൾ ട്രെയിനിൽ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ച് കൊടുക്കുക, അയ്യോ ആരും തന്നാലും വാങ്ങിക്കരുത്, ബിസ്ക്കറ്റിൽ മായം കലർത്തി കാണും, അവർ മയക്കി കൊണ്ടുപോകും. ഇതൊക്കെ നടക്കുന്നതുകൊണ്ടാണല്ലോ. പണ്ടങ്ങനെയല്ല. ട്രെയിനിലൊക്കെ പോകുമ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ കൊച്ചിനാളിൽ എൻ്റെ അമ്മയുടെ കൂടെ അച്ഛൻ്റെ കൂടെയൊക്കെ ട്രെയിനിൽ പോകുമ്പോൾ അടുത്തുള്ള ആൾക്കാരൊക്കെ വല്ല മോനെ എന്താ പേര്, പാട്ട് പാടും എന്നൊക്കെ പറയും. അവർ അടുത്തിരുത്തി ഉമ്മ തന്ന് എത്രയോ പ്രാവശ്യം എത്രയോ അമ്മമ്മമാരോടും മുത്തശ്ശന്മാരോടും എന്നെ അവരെ തോളിൽ ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. ഫ്ലൈറ്റിൽ പോകുമ്പോൾ കൂടി എനിക്ക് അങ്ങനെ ഓർമ്മയുണ്ട്. ഇപ്പോഴൊക്കെ ഞാൻ അടുത്തുള്ള ആൾ വിശ്വസിക്കുന്നില്ല, അപരിചിതനായ ഒരാൾ എന്നെ അത്ര വേഗം വിശ്വസിക്കുന്നില്ല, അല്ലേ. ഒരാൾ നമ്മളോട് സ്നേഹമായിട്ട് സംസാരിച്ചാൽ നമ്മൾ ഉടനെ ആലോചിക്കും, എന്തിനാണ് ഈ അടുത്ത സ്നേഹത്തിൽ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളതൊന്ന് പ്രതീക്ഷയുണ്ടോ. അത്രത്തോളം മനുഷ്യ മനസ്സുകളിൽ സംശയത്തിൻ്റെ വിഷം കലർന്നിരിക്കുകയാണ്. ആരെയും തെറ്റായിട്ട് കാണുക, ആരെയും മറ്റുള്ള ആൾക്കാരോട് കൂടി താരതമ്യപ്പെടുത്തി അവരെ ചെറുതാക്കുക, ഇതൊക്കെ ഇങ്ങനെ അടുത്ത കാലത്ത് വന്ന ഒരു ഒരു അസുഖം തന്നെ പറയാം. ഇവരൊക്കെ മറന്നു പോകുന്നത്, നമ്മൾ ആരെ പറ്റിയാണോ പറയുന്നത് ഇവർ പെട്ടെന്ന് ഇല്ലാതാകും. അല്ലെങ്കിൽ അവരെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കൂട്ടവും അവരില്ലാതാകും. പറഞ്ഞു വന്നത് ഈ ജീവിതം ഈ ഭൂമിയിൽ നശ്വരമാണ്. പക്ഷേ നമുക്കെല്ലാം ഒരേ ഒരു വിശ്വാസം, നമ്മുടെ സത്യവും എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ധ്യാനം ചെയ്യുന്ന നമുക്കറിയാം, നമ്മുടെ ശരീരത്തിന് ഈ ഭൂമിയിലുള്ള ജീവിതം മാത്രമാണ് നശ്വരം. പക്ഷെ നമ്മുടെ ആത്മാവിന് എപ്പോഴും അനശ്വരമായ ഒരു നിത്യതയുണ്ട്. പ്രത്യേകിച്ച് ധ്യാനം ചെയ്യുന്ന നമുക്ക് അതിൻ്റെ അനുഭവങ്ങൾ നമുക്കറിയാം. ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഷോക്കായി പോകും.
അടുത്ത കാലത്ത് ഞാൻ വായിച്ച് മനസ്സിലാക്കിയതാണ്. നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നൊരു വലിയ പേടി ഉണ്ടാകും. നമ്മുടെ ആത്മാവിനൊന്നും വലിയ ഭയം ഉണ്ടാകില്ല. നമ്മുടെ ഉണർവിന്, നമ്മുടെ കോൺഷ്യസ്നെസ്സിന് ഭയം ഉണ്ടാകില്ല എന്ന് പറയുന്നത് കാരണം നമ്മൾ ധ്യാനം ചെയ്യുന്ന സമയത്ത് പല അനുഭവങ്ങളും നമുക്കില്ലേ. നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന പോലെ തോന്നും. പർവ്വതങ്ങൾക്ക് മേലെ, ആകാശത്തിന് മേലെ ഇങ്ങനെ പോകുന്ന ഓരോ കാഴ്ചകൾ കാണാം. ഓരോരുത്തർക്കും ഓരോ അനുഭവമാണ്. എൻ്റെ അനുഭവമല്ല നിങ്ങൾക്ക്. പക്ഷേ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ ആത്മാവിൻ്റെ യാത്ര നമുക്ക് ധ്യാനം ചെയ്യുന്ന പോലെ ഉണ്ടാകുള്ളൂ. ഒരു ഭയപ്പെടുക അല്ലെങ്കിൽ നമ്മൾ അകന്നു പോവുക അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്നാണ് ആ പുസ്തകത്തിൽ പറയുന്നത്. വളരെ സന്തോഷകരമായ ഒരു യാത്രയായിരിക്കും. അപ്പോൾ സാധാരണ മനുഷ്യർക്കൊക്കെ നശ്വരമായി തോന്നുന്ന ഈ ലോകത്തെ ശരീരത്തിനും ഇവിടുത്തെ ഈ ജീവിതവും നശ്വരമാണ്. ഏറിയാൽ 60 കൊല്ലം, 70 കൊല്ലം അല്ലെങ്കിൽ 50. നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലം ഇപ്പോൾ 40 വയസ്സോ 50 വയസ്സോ ആൾക്കാർ ഇനി ഒരു 50 വയസ്സ് ജീവിക്കുന്നൊക്കെ പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ലല്ലോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളത് പോലെ ടാഗോർ പറയുന്നുണ്ട്, ഡെത്ത് ഈസ് നോക്കിംഗ് അറ്റ് ദ ഡോർ. നൗ യു ടേക്ക് എ കോൾ വെദർ യു വാണ്ട് ടു ബി ഇൻ ഹാപ്പിനെസ് ഓർ നോട്ട്, ഓർ ഇൻ ബ്ലിസ് ഓർ നോട്ട്. മരണം വാതിൽക്ക് എല്ലാവർക്കും മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ള കുറച്ച് സമയത്ത് എത്രത്തോളം നന്മകൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചിന്തയോടുകൂടി സന്തോഷമായിരിക്കാനായിട്ടുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് വളരെ പവിത്രമായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ജീവിതം ഈ ഭൂമിയിൽ നമുക്ക് വളരെ കുറവാണ്. നമ്മളൊരു പിക്നിക്കിനായിട്ട് വന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ പോകും. പിക്നിക് നമ്മൾ സന്തോഷിക്കണം, സഹായിക്കണം, എല്ലാവർക്കും അനുഗ്രഹമായി മാറിയിരിക്കണം. ആരെയും നമ്മൾ വിഷമിപ്പിക്കരുത്. അനാവശ്യമായ സംശയങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒന്നുമില്ലാതെ ഇവിടെ തന്ന ദിവസങ്ങളെല്ലാം നമ്മൾ നന്മയായിട്ട് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ കണക്കുകൾ എല്ലാം അവിടെ ചെയ്യുന്ന എല്ലാത്തിനും കണക്കുകളുണ്ട്. അതാണ് നമ്മൾ ലോ ഓഫ് കർമ്മസിദ്ധാന്തത്തിൽ പഠിക്കുന്നത്. ഇവിടെ നമ്മൾ എന്തൊക്കെ ചെയ്തു? ഏകദേശം ഒരു 30,000-40,000 ദിവസങ്ങൾ ഒരു മനുഷ്യ ജീവിതത്തിലുള്ളൂ. അതിൽ പാതി കാലം അവൻ ഉറങ്ങാണ്. ബാക്കിയുള്ള ഈ ശിഷ്ടകാലത്ത് എന്തുകൊണ്ട് നന്മ ചെയ്തുകൂടാ എന്ന് നമുക്ക് ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ പലരെയും കാണുന്നു, ഒരു കൃത്യസമയത്ത് കാണുന്നു. ഓരോ സമയത്ത് ഒന്നിലോ അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ മരണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ മാറ്റങ്ങൾ കൊണ്ട് ഇങ്ങനെ അകന്നകന്ന് പോയിരിക്കുകയാണ് പല മനുഷ്യരും. പിന്നെ വീണ്ടും പുതിയ മനുഷ്യർ വരുന്നു, പല പാഠങ്ങൾ നൽകുന്നു. ചില ആൾക്കാർ നമ്മൾ വേദനിപ്പിക്കുന്നു, ചില ആൾക്കാരിൽ നിന്ന് നമുക്ക് നല്ല പാഠങ്ങൾ കിട്ടുന്നു. കുറേ പേര് നമുക്ക് കുറേ സ്നേഹം തരുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടത് എല്ലാ മനുഷ്യരുടെയും, ഞാൻ കണ്ട മനുഷ്യരെല്ലാവരും എനിക്ക് കുറേ സ്നേഹം തന്നിട്ടുണ്ട്. ആ സ്നേഹത്തിനൊക്കെ ഞാൻ അവർക്കൊന്നും പലപ്പോഴും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് വേറൊരു മനുഷ്യരെ കാണുമ്പോൾ ആ സ്നേഹത്തിന് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അവരിൽ നിന്നും എനിക്കൊന്നും തിരിച്ചും സ്നേഹം കിട്ടിയിട്ടില്ല. ഇതൊരു വലിയൊരു അതിശയമാണ് സ്നേഹത്തിൻ്റെ. എനിക്ക് അപരിചിതരായ പലരും എനിക്ക് എവിടേക്കോ കുറേ സ്നേഹം തന്നിട്ടുണ്ട്. ഒരു വാക്കായിരിക്കാം, ഒരു പുഞ്ചിരിയായിരിക്കാം. ഞാൻ ഓടിച്ചാടിപ്പോയി ഇങ്ങനെ ശ്വാസം മുട്ടിരിക്കുന്ന ഇങ്ങനെ പാൻറ്റിങ് ആകുന്ന സമയത്ത് എന്നെ ആശ്വാസപ്പെടുത്തുന്ന ഒരു കരം, അല്ലേ, ഒരു കൈ, വീഴുമ്പോൾ താങ്ങിയ കൈകൾ എന്നോട് പറഞ്ഞു ആ അപരൻ ആരാണെന്ന്. നമ്മൾ വീഴുന്ന സമയത്ത് ആരോ ആയിരിക്കും നമ്മുടെ ആ കൈത്താങ്ങൽ കൊണ്ട് നമ്മളെ വീഴാതെ കാക്കുന്നത്. ആ അപരൻ തീർച്ചയായിട്ടും വെറും മനുഷ്യനായിരിക്കില്ല. മനുഷ്യൻ്റെ രൂപത്തിലുള്ള നമ്മൾ ദൈവമോ അല്ലെങ്കിൽ കോസ്മിക് എനർജിയോ പ്രപഞ്ചശക്തിയോ, അതിൻ്റെയൊക്കെ അതിശയമാണത്. അല്ലെങ്കിലൊന്നും ആരൊക്കെയോ വളരെ മോശമായിട്ടുള്ള ആൾക്കാരെങ്ങനെ നമ്മളോട് വളരെ സ്നേഹത്തോട് പെരുമാറുന്നത്, നമ്മളോട് കരുണയായിരിക്കുന്നത്. ആരാന്നറിയാത്ത പലർക്കും നമ്മളെങ്ങനെയാണ് ഇത്ര സ്നേഹം കൊടുക്കുന്നത്? എന്തൊക്കെയാണ് ഇതിലൊക്കെ? ആരൊക്കെയോ എങ്ങനെയാണ് ഇവരൊക്കെ പലരും ഇത്രയും മോശമായ ലോകം എന്നൊക്കെ പറയുന്ന കാലത്തും എത്രയോ നല്ല മനുഷ്യർ ഈ ലോകത്തുണ്ടല്ലോ. അവരെ കാണാനും അവരുടെ സ്നേഹത്തിന് അനുഭവിച്ചറിയാനും അവർക്ക് സ്നേഹം നൽകാനൊക്കെ എവിടെ നിന്നാണ് നമുക്ക് ആ ഒരു ആ ഇൻസ്റ്റിങ്ക്റ്റ് കിട്ടുന്നത് എന്നൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ വാസ്തവത്തിൽ ഈ ഭൂമി, ഇവിടെ ജീവിക്കുന്ന ഈ ഭൂമിയിൽ കുറേ നന്മകളുണ്ട്, കുറേ സന്തോഷങ്ങളുണ്ട്. പക്ഷെ നമ്മളത് പലപ്പോഴും അറിയുന്നില്ല. അപ്പോൾ ഈ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ പലരെയും കണ്ടുമുട്ടുന്നു, പലരെയും ഓരോ കാലങ്ങളിൽ അകന്നു പോകുന്നു, തിരിച്ചും ചിലപ്പോൾ കാണാതിരിക്കാം. പക്ഷേ നിത്യതയിൽ നമ്മുടെ ആത്മലോകത്തിൽ ഈ ഭൂമിയിൽ കണ്ട എല്ലാവരെയും നമ്മൾ അവിടെ കാണുന്നതാണ് പറയുന്നത്. അത് ദൈവമില്ല എന്ന് പറയുന്ന ആൾക്കാരുടെ ഗവേഷണങ്ങളിൽ പോലും ആത്മലോകമുണ്ട് എന്നുള്ള ഒരു സത്യം അവർ പറയുന്നുണ്ട്. ഇതിനെയൊക്കെ ആസ്പദമാക്കി ഒരു കൊച്ചു കഥ ഞാൻ പറയാം. കൽക്കട്ടയിൽ ഒരു വളരെ മെയിൻ സിറ്റിയിലുണ്ടായിരുന്ന ഒരാൾക്ക് ഒരു പോസ്റ്റ് മാസ്റ്ററിന് ഉൾഗ്രാമത്തിൽ ഒരു ജോലി കിട്ടി.
അപ്പോൾ അദ്ദേഹത്തിന് വളരെ വിഷമാണ്. തൻ്റെ ഭാര്യ, കൊച്ചു കുഞ്ഞ് മോള്, ഒരു 3 വയസ്സോ 4 വയസ്സായ ഒരു കുട്ടി, അച്ഛൻ, അമ്മ, അങ്ങനെ വലിയ നല്ലൊരു കുടുംബത്തിൽ നിന്ന് പുള്ളിക്കാരൻ അകന്നു പോവുകയാണ്. അപ്പോൾ അപ്പോഴൊക്കെ ആഴ്ചക്കൊരിക്കലൊന്നും വരാൻ പറ്റില്ല, ശമ്പളമൊക്കെ കുറവാണല്ലോ. മാസത്തിലൊരിക്കലോ 2 മാസത്തിലൊരിക്കലേക്ക് അദ്ദേഹത്തിന് തൻ്റെ സിറ്റിയിലുള്ള വീട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ. ഈ ഗ്രാമത്തിൽ ദുഃഖിതനായിട്ട് പോയതാണ്. പക്ഷെ അവിടെ ചെന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആ പോസ്റ്റ് ഓഫീസിൻ്റെ കുറച്ചടുത്ത് തന്നെ അയാൾക്കൊരു വീട് കിട്ടി, വാടകയ്ക്കൊരു വീട് കിട്ടി. അപ്പോൾ ഹൗസ് ഓണറും ഇയാളും. അപ്പോൾ ഇയാൾ കാലത്ത് എണീറ്റിങ്ങനെ ഓടി ജോലിക്ക് പോകും, വൈകുന്നേരം വരും, അങ്ങനെ അവിടെ ആഹാരം വന്ന് കഴിക്കും. അങ്ങനെയുള്ള സമയത്ത് പെട്ടെന്നാണ് അവിടെ കൊച്ചു കുഞ്ഞ്, 2-ാമത്തെ ദിവസം 3-ാമത്തെ ദിവസം ഒരു കൊച്ചു കുഞ്ഞിനെ കാണുന്നത്. ആ കുട്ടിക്ക് അപ്പോൾ ഒരു വയസ്സോ അല്ലെങ്കിൽ അത്രയേ ഉള്ളൂ കുട്ടിയെ. അപ്പോൾ ഇയാൾക്ക് വളരെ സന്തോഷം. ആരുമില്ലാതെ ഒരു അനാഥനെ പോലെ ഇത്ര വലിയ കുടുംബത്തിൽ ജീവിച്ചിട്ട് ഒരു അനാഥനെ പോലെ നമ്മളിവിടെ ഉണ്ടല്ലോ എന്നുള്ള ദുഃഖമൊക്കെ മാറി. ഈ കുട്ടിയെ നേരത്തെ എണീറ്റ് ഈ കുട്ടിയെ എണീപ്പിക്കും, പാട്ട് പാടിക്കൊടുക്കും. പിന്നെ അങ്ങനെ 1 കൊല്ലോ 2 കൊല്ലമൊക്കെ ഈ കുട്ടിയോട് കൂടി നല്ല പരിചയമായി. അപ്പോൾ ഈ കുട്ടി അങ്കിൾ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കുകയായിരിക്കും വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോൾ. അപ്പോൾ ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്സ്, പിന്നെ ടോയ്സ് എല്ലാം പുള്ളിക്കാർ വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ അവർക്കുള്ളിൽ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു അങ്കിൾ അല്ലെങ്കിൽ ഒരു മുത്തശ്ശനും കൊച്ചിനുള്ള ആ റിലേഷൻഷിപ്പ് ഇന്നത്തെ കാലം പോലെയല്ല കേട്ടോ. ആ കാലത്തുള്ള പവിത്രത അത്ര. അപ്പോൾ 2 പേർക്കും ഇയാൾക്ക് ജീവിക്കാനായിട്ട് ഇപ്പോൾ എന്താ പറയുക, അവിടുത്തെ ആ ജീവിതത്തിൽ വലിയൊരു പ്രേരണയാണ് ഈ കുട്ടി കാലത്ത് ഉറങ്ങി എണീറ്റ ഉടനെ അങ്കിൾ എന്ന് പറഞ്ഞിട്ട് അവിടെ പോകും. അപ്പോൾ ആ കുഞ്ഞ് വാരിയെടുത്ത് ഉമ്മ അല്ലേ, അങ്ങനെ വലിയൊരു സന്തോഷത്തിൽ അവരുടെ ജീവിതം അങ്ങനെ പോവുകയാണ്. ഈ കുട്ടിക്ക് അപ്പോൾ ഒരു ഞാൻ പറയാം വയസ്സ് വളരെ കുറവാണ്. ഒരു സമയത്ത് 3 വയസ്സോ 4 വയസ്സോ കാണും, 3 വയസ്സ് കണ്ടാണോ. ഇപ്പോഴുള്ള കുട്ടികളുടെ അത്രയൊന്നും വലിയ ബുദ്ധിയൊന്നുമില്ല. വളരെ നിഷ്കളങ്കരായിരുന്നു, വളരെ പവിത്രമായിരുന്ന ആക്കാൾ എന്ന് പറയാം. അധികം ഇൻഫർമേഷനും ഇല്ലാത്ത സമയത്താണല്ലോ കുട്ടികളും മനുഷ്യരൊക്കെ ആ ഒരു നിഷ്കളങ്കതയുടെ ഭംഗി കാണാൻ പറ്റുള്ളൂ. ഇപ്പോഴും ഞാൻ ഗ്രാമങ്ങളിൽ പോകുമ്പോഴൊക്കെ ചില വീടുകളൊന്നും പൂട്ടിയിട്ട് പോലും ഉണ്ടാകില്ല. കൃഷിക്കാരൊന്നും അവർക്ക് എന്താ ഒന്നും അറിയില്ല. എന്താ കുട്ടി എപ്പോഴാണ് വന്നത്, സുഖമല്ലേ എൻ്റെ ഉണ്ണിക്ക് എന്ന് പറയുന്ന ആ ഒരു വാക്കിലുള്ള സ്നേഹമൊക്കെ. പക്ഷെ അതേ സിറ്റിയിലൊക്കെ അങ്ങനെയൊന്നുമല്ല. ഹായ് ഹൗ ആർ യു എന്നൊക്കെ പറയും. അത് അതിൻ്റെ പുറത്ത് ശബ്ദം ഒന്നായിരിക്കും, ഹൃദയത്തിൽ വേറൊന്നായിരിക്കും. ആ ഒരു നിഷ്കളങ്കതയൊക്കെ അധികം ഇൻഫർമേഷൻ ഇല്ലാത്ത സമയത്താണ് ഭംഗിയായിരിക്കുക. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ പോസ്റ്റ് മാസ്റ്ററിന് വളരെ സന്തോഷമായൊരു ന്യൂസ് കിട്ടി. എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ഈ ഗ്രാമത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സിറ്റിയിലുള്ള വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു പോസ്റ്റ് ഓഫീസിൽ ട്രാൻസ്ഫർ കിട്ടി. വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം വീട്ടിലേക്ക് വരുന്നു, പാക്ക് ചെയ്യുന്നു. പെട്ടെന്ന് ഈ സന്തോഷത്തിൽ ഈ കൊച്ചിൻ്റെ കാര്യം എന്താ പറയുക, കൊച്ചിനെ അന്ന് കാണാൻ മറന്നുപോയി. ആ കുട്ടിയും അന്ന് കാലത്ത് സുഖമായി ഉറങ്ങുകയാണ്. നല്ല അതുപോലത്തെ ഒരു ഡിസംബർ മാസം. അപ്പം കുട്ടിക്ക് നല്ല തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് നല്ലതായിട്ട് പുതച്ചൊക്കെ ഉറങ്ങുകയാണ് കുട്ടി. പെട്ടെന്ന് ഇയാൾക്ക് ഓർമ്മ വന്നു, ദൈവമേ നമ്മൾ ഈ കൊച്ചിനെ ഒന്ന് കാണണമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവിടേക്ക് പുറപ്പെടുന്ന മുമ്പ് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അയച്ചിട്ട് സന്തോഷത്തോടു കൂടി ഈ വീട്ടിലേക്ക് വന്ന് ലാൻഡ് ലോഡൊക്കെ പറഞ്ഞ് പണമൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ അവൻ്റെ മുഖത്തൊക്കെ ഒരു വാട്ടം. എന്താണെന്ന് വെച്ചാൽ ഇയാൾ പോയി കഴിഞ്ഞാൽ, കുഞ്ഞ് ഉറങ്ങി കഴിഞ്ഞാൽ ഉടനെ അങ്കിൾ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ കുട്ടിയുടെ കരച്ചിൽ നിർത്തുക എന്നൊക്കെ പറഞ്ഞ് ആ കുടുംബക്കാരൊക്കെ വിഷമിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഇയാൾക്ക് ആ ഓർമ്മ വരും, ദൈവമേ ഞാൻ ഇനി എങ്ങനെയാണ് ഈ കുട്ടിയെ കാണാതിരിക്കുക. അതേ സമയത്ത് ഉള്ളിലൊരു സന്തോഷമുണ്ട്. അവിടെ തൻ്റെ മാതാപിതാക്കളെയും ഭാര്യയും മക്കളെയൊക്കെ കാണാനുള്ള സന്തോഷം കൊണ്ട് കാത്തിരിക്കുകയാണ് അദ്ദേഹം. അങ്ങനത്തെ ഒരു വ്യത്യസ്തമായ ഒരു മാനസിക നിലയിൽ ഈ കുട്ടി ഉറങ്ങിയിരിക്കുന്ന കുട്ടിയെ എടുത്ത് മടിയിൽ വെച്ച് ഒരു ഉമ്മ കൊടുത്തിട്ട് അദ്ദേഹം ഒരു കത്ത്, അതിനുള്ളിൽ എഴുതി വെച്ചൊരു കത്ത്, കുറച്ച് ചോക്ലേറ്റൊക്കെ എഴുതിയിരുന്നു. ആ കത്തിൽ കുറേ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും കുറേ ഉപദേശങ്ങളും, എന്തൊക്കെ പഠിച്ച് എത്രയൊക്കെ ആകണം, അദ്ദേഹത്തിന് അഡ്രസ്സ്, വിദ്യാഭ്യാസം, സഹായം ചെയ്യാന്നുള്ള വാഗ്ദാനങ്ങളെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും വലിയ കാര്യമില്ല. പക്ഷെ ആ കത്തിൻ്റെ അവസാനം ഒരു വരി ഉണ്ടായിരുന്നു, ലൈഫ് ഈസ് നത്തിങ് ബട്ട് മീറ്റിംഗ് ആൻഡ് ഡിപ്പാർട്ടിങ്, ലവ്. അങ്കിൾ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടായ ജീവിതം നമ്മൾ പലരും പരസ്പരം കണ്ടുമുട്ടുകയും പിരിഞ്ഞു പോകുന്നതാണ് ജീവിതം എന്നുള്ളൊരു ഒരൊറ്റ വരി അതിൽ എഴുതിയിരുന്നു. ആ വരി എന്നെ വല്ലാണ്ട് ടച്ച് ചെയ്തു. ആ കുട്ടി വളർന്നതിന് ശേഷം ആ കുട്ടിക്കും ആ വരി വളരെ ടച്ച് ചെയ്തിരിക്കും. നമ്മൾ അതുകൊണ്ടാണ് ഈ കഥ അവിടെ തീരുകയാണ്. ഞാനിതിനു മുമ്പ് പറഞ്ഞതുപോലെ ജീവിതം ഈ നശ്വരമായ ജീവിതത്തിൽ നമ്മൾ കാണുന്ന മനുഷ്യരെല്ലാം നമ്മൾ കുറേ കാലം കാണണമെന്നില്ല. നമ്മൾ വിചാരിക്കും, ഞാൻ വിചാരിച്ചിരുന്നു എൻ്റെ അമ്മ എൻ്റെ ആയുസ്സുകാലം മുഴുവൻ ഉണ്ടാകും എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ പെട്ടെന്നാണ്
മനസ്സിലായത്. എല്ലാം വയസ്സാകുമ്പോൾ ഒരു മരിച്ചത് തന്നെ ആകട്ടെ. എല്ലാവർക്കും സ്വർഗം വേണം, മരണം വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളൊരു കവിതയുണ്ട്. അപ്പോൾ ഓരോ മരണവും നമുക്കൊരു ബോധ്യമരമാണ്. പൊട്ടിക്കറിയാറുണ്ട് നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരൊക്കെ അകന്നു പോകുമ്പോൾ. ആത്മീയത നമുക്കുണ്ട്, അതൊക്കെ നമ്മളും അവിടെ ചെല്ലും, നമ്മളും ആത്മലോകത്ത് ചെല്ലുന്നൊക്കെ. പിന്നെ പിൽക്കാലത്ത് ദുഃഖത്തിന് സമാധാനിപ്പിക്കാനായിട്ടുള്ള അറിവ് തേടി പോകുന്ന സമയത്ത് ആത്മജ്ഞാനം നമ്മളെ സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആ വഴി കൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരകന്നു പോകുമ്പോൾ, ആ മരണത്തിനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർക്കാറുണ്ട്, നമുക്ക് വളരെ വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടിട്ട് നമ്മൾ കരഞ്ഞു നിന്നിരുന്ന, അല്ലെങ്കിൽ പൊട്ടിക്കറിയാൻ പേടിച്ചാൽ, നമ്മൾ കരഞ്ഞാൽ മറ്റുള്ളവർക്ക് പേടിക്കുമോ അല്ല അവരും ദുഃഖിക്കുമോ എന്ന് പറഞ്ഞ് പേടിക്കാതെ നമ്മൾ വിങ്ങിയിരുന്ന നിമിഷങ്ങളൊക്കെ നമുക്ക് ഓർക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ജീവിത പങ്കാളികൾ, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാവർക്കും നമ്മൾ വളരെ പെർഫെക്റ്റായിട്ട് ഒരാളെ അന്വേഷിച്ച് സ്നേഹിക്കാൻ പോയാൽ ആ ആൾ പറയും, ഞാനൊരു പെർഫെക്റ്റായ ആളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയും. നമ്മൾ തന്നെ പെർഫെക്റ്റ് അല്ല, പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവരെ? ഒരു പെർഫെക്റ്റായ ആളെ മാത്രമേ നമുക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ, ഒന്ന് സ്നേഹത്തോടെ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ, നമ്മൾ ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആരെയും നമുക്ക് ദൈവത്തിലേക്ക് മാത്രമേ നമുക്ക് അങ്ങനെ ദൈവം എന്നുള്ള സങ്കല്പം അല്ലെങ്കിൽ കോസ്മിക് റേഞ്ച് സങ്കല്പത്തിലേക്ക് മാത്രമേ എത്തിച്ചേരാൻ പറ്റുള്ളൂ. ഇവിടെ ഉണ്ടാകുന്നേ കുറവുകളും കുറ്റങ്ങളും എല്ലാം നിറഞ്ഞ എന്തെങ്കിലുമൊക്കെ കുറവുകളൊക്കെ മനുഷ്യർക്ക് കാണും, നമുക്കില്ലേ? ആ കുറവുകളോട് കൂടി അവരെ സ്നേഹിക്കാനും അവരെ ഉൾക്കൊള്ളാനും അവരെയും ചേർത്ത് പിടിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിൽ ലൈഫ് ഈസ് നത്തിങ് ബട്ട് മീറ്റിംഗ് ആൻഡ് ഡിപ്പാർട്ടിങ് എന്നുള്ള സത്യത്തിനെ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റും. എല്ലാവരെയും സ്നേഹിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സ്വർഗത്തെ കാണാം. ആ സ്വർഗത്തിൽ നമുക്കെപ്പോഴും സന്തോഷമുണ്ടായിരിക്കും. ആ സന്തോഷം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എല്ലാവർക്കും എൻ്റെ സ്നേഹവും ശുഭദിനാശംസകളും. നന്ദി, നമസ്കാരം.